വിശുദ്ധ ഖുർആനിനെ അറബിയിൽ തന്നെ പാരായണം ചെയ്യൂ. ഞാൻ വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്ത് ഹശ്റിലെ 20-ാമത്തെ സൂക്തം ഒന്ന് ഓതി കേൾപ്പിക്കാം. ആ സൂക്തത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഒരുപാട് കാര്യങ്ങൾ സമ്മേളിക്കുന്നു. പദാവർത്തനമുണ്ട്, സൗന്ദര്യമായി കാണാം. അതോടൊപ്പം ദീർഘങ്ങളുണ്ട്. മദ് എന്ന് പറയാം. മദ് എന്നാൽ എന്താ? നിങ്ങളൊന്ന് പറയും. ഞാൻ കുറെ നേരം സംസാരിക്കുന്നു. നിങ്ങൾ പറയാം എന്താ മദ് എന്ന് പറഞ്ഞാൽ? മദ് എന്ന് പറഞ്ഞാൽ എന്താ? മദ് എന്ന് പറഞ്ഞാൽ എന്താ? ദീർഘം അല്ലെ? താഴെ ഒരു ദമ്മേ നമുക്ക് അറിയുള്ളൂ. ആയിക്കോട്ടെ, ദമ്മ് തിരിച്ചിട്ടാനുള്ള സാധനമാണ് മദ്. ദമ്മ്, മദ് തിരിച്ചിടാം. മദ് എന്ന് പറഞ്ഞാൽ നീട്ടുക. ഓക്കെ, ഈ നമ്മളിപ്പോ പറഞ്ഞ പദാവർത്തനത്തോടൊപ്പം അപ്പുറവും ഇപ്പുറവും മദ് വരുന്നത്. സാധാരണയിൽ അപ്പുറം ദീർഘം കാണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഉന്ന സംഭവിക്കുന്നു. ഉന്ന എന്ന് പറഞ്ഞാൽ രാഗം, തരിപ്പിക്കൽ, കുറച്ചധികം മൂളൽ, രാഗാത്മകമാക്കൽ. ഖുർആനില ഉള്ളത് ശാസ്ത്രീയ സംഗീതത്തെക്കാൾ അപ്പുറം ഖുർആനില സംഗീതമുള്ളത്. കുട്ടികൾ ഇവിടെ വരും പഠിക്കാൻ. ഖുർആൻ അങ്ങനെ പഠിപ്പിക്കൂ. എങ്കിൽ കുട്ടികൾ ശാസ്ത്രീയ സംഗീതത്തിനല്ല പോവുക. വലിയൊരു പെട്ടി പിടിച്ചൊന്നും പോണ്ട. ഖുർആൻ പഠിക്കാൻ വളരെ സുഖ, കയ്യും വീശി വരാം. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പഠിക്കാം. അതിന്റെ വശ്യതയിൽ അകപ്പെടും, സ്വീകരിക്കാൻ കഴിയും, സൗന്ദര്യം നുകരാൻ കഴിയും. ഈ വചനം കൊണ്ട് നിങ്ങൾ 59-ാം അധ്യായം 20-ാം സൂക്തം ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്നതി അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. ആ വചനം നിയമം പാലിക്കപ്പെടാതെ ഒരു പാരായണം നടത്തുകയാണെങ്കിൽ നമ്മള് വേഗം പേജ് തീർത്തു, ഹത്തം ചെയ്തു. അവിടെ അസ്ഹാബുൽ ജന്ന എന്ന പ്രയോഗം 2 തവണ വന്നു. അസ്ഹാബ് എന്ന പദപ്രയോഗം 3 ആവർത്തനമുണ്ടായി. സ്വാദ് എന്ന അക്ഷരവും ഹാഇന്റെ അലിഫ് മദ്ദും ദീർഘവും അതല്പം ചരിഞ്ഞുള്ള ദീർഘമാണ്. അതേപോലെ നൂനിന് 2 പ്രാവശ്യം, 2 അല്ല 4 പ്രാവശ്യം നൂനിന് ശബ്ദ് വന്നു. നൂനിന് ശബ്ദ് വന്നാൽ അല്പം കൂടെ മടിക്കണം, അല്പം കൂടെ മടിക്കണം. ഒരു 3 സെക്കൻഡ് ടൈം എടുക്കണം മടിച്ചുകൊണ്ട്. അല്ലാതെ അസ്ഹാബുൽ ജന്നതി എന്ന് പറയാൻ പറ്റില്ല. ലാ യസ്തവി അസ്ഹാബുൽ ജന്ന അസ്ഹാബുൻ നാർ അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്നതി അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. നമ്മൾ വിചാരിക്കും തജ്വീദ് പഠിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും, അതിന്റെ തിയറി എന്നൊക്കെ. വളരെ എളുപ്പമാണ് കൂട്ടരെ. ഞാൻ അവസാനിപ്പിക്കാം.